ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുന്നത് നമ്മളെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. നമ്മൾ ചിന്തിക്കാറുള്ളത് ഗൂഗിൾ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ളതാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു രീതിയിൽ ഹാംഫുൾ ആയിട്ടുള്ളോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്പാം ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഒന്നും അതിലുണ്ടാകില്ല എന്നുള്ള ഉറപ്പ് വിശ്വാസത്തോടു കൂടിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ശരി. എന്നാൽ മറ്റുള്ള വെബ്സൈറ്റ് വഴി, അതായത് നിങ്ങൾ ക്രോം ബ്രൗസർ വഴി, ടെലഗ്രാം വഴി നിങ്ങളറിയാതെ നിങ്ങളുടെ മൊബൈലിലേക്ക് ചില ഹാംഫുൾ ആപ്ലിക്കേഷൻസും ഒക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ആയിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആവാതിരിക്കാനും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു സെറ്റിംഗ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അതുകൊണ്ട് തുടർന്നും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഞാൻ ഇത് റിയൽമിയുടെ ഫോൺ എടുത്തിട്ടുള്ളത്. റിയൽമിയുടെ ഫോൺ എടുത്തിട്ട് സെറ്റിംഗ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ താഴത്തെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടേട്ട് വരിക. കാരണം എല്ലാ മൊബൈൽസിനും ഈ ഒരു ഓപ്ഷനിലായിരിക്കില്ല. അപ്പം ഞാൻ 2 മൊബൈൽ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം റിയൽമിയുടെ ഒരു ഫോൺ എടുത്തിട്ടുണ്ട്. ദെൻ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴത്തോട്ട് നിങ്ങൾ വരിക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മോർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു മറ്റൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അവിടെ തന്നെ നിങ്ങൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഇൻസ്റ്റാളേഷൻ സോഴ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇൻസ്റ്റാളിംഗ് സോഴ്സസ് നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം ചെക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ആദ്യം അത് ചെക്ക് ചെയ്യണം. അപ്പം അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് എനേബിൾ ആയിട്ട് കിടക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പം എൻ്റെ ഇതൊന്നും എനേബിൾ ആയിട്ടില്ല, എനേബിൾ അല്ല. കാരണം ഞാൻ അത് ചെക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ചിലപ്പോൾ എനേബിൾ ആയിട്ട് കിടക്കുന്നുണ്ടാകും. അങ്ങനെ എനേബിൾ ആയിട്ട് കിടക്കുന്നതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ അത് ഡിസേബിൾ ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളറിയാതെ ടെലഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രോം ബ്രൗസർ വഴിയോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡായി ഇൻസ്റ്റാൾ ചെയ്ത് കിടക്കുന്നതായിരിക്കും. അതുവഴി നമ്മളുടെ ഡാറ്റ എല്ലാം ചോർത്തിക്കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ എൻ്റെ നത്തിങ് മൊബൈൽസിൻ്റെ ഈ ഒരു ഇൻ്റർഫേസ് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. സാംസങ്ങിൻ്റെ ഓപ്ഷൻസ് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ തന്നെ ചെക്കൗട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ സെറ്റിംഗ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എവിടെയെങ്കിലും ഈ ഇൻസ്റ്റാളേഷൻ സോഴ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഇൻസ്റ്റാളേഷൻ സോഴ്സസ് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ മൊബൈൽ എടുത്ത് എൻ്റെ നത്തിങ് മൊബൈൽ എടുത്ത സമയത്ത് എനിക്ക് ആ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് മറ്റൊരു സ്ഥലത്താണ്. ഞാൻ വഴിയാ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു സെറ്റിംഗ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആപ്സിലോട്ട് തന്നെ വന്നു. ആപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിലെ എല്ലാ ആപ്സും എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ബട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസുകളും ഫീച്ചേഴ്സുകളും ഉണ്ട്. ഓക്കെ, ഇവിടെ ഡിഫോൾട്ട് ആപ്സ് ഉണ്ട്, ക്ലോൺഡ് ആപ്സ് ഉണ്ട്. ഓക്കെ, എല്ലാ ഓപ്ഷൻസുകളും ഉണ്ട്. ഇത് നിങ്ങൾക്ക് സ്പെഷ്യൽ ആപ്പ് ആക്സസിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഞാനിവിടെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാളേഷൻ അൺനോൺ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റി. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏതൊക്കെ മൊബൈലിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഇവിടെ ഓണായിട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ ഈ ഒരു മൊബൈലിൽ ക്രോം ബ്രൗസറൊക്കെ ഓണായിട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഓണായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മോഡായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഹാംഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനും സ്പാം ആയിട്ടുള്ള ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ക്രോം ബ്രൗസർ വഴി ഡൗൺലോഡ് ആവുകയുമില്ല. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അത് ഡൗൺലോഡ് ആയിട്ട് ലഭിക്കുകയില്ല, ഇൻസ്റ്റാൾ ആവുകയില്ല. ഓക്കെ, ഡൗൺലോഡ് ആവുകയാണെങ്കിലും ഇൻസ്റ്റാൾ നിങ്ങളുടെ മൊബൈലിലേക്ക് അത് ഇൻസ്റ്റാൾ ആകില്ല. നിങ്ങൾ ഈ ഒരു പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് ഇൻസ്റ്റാളേഷൻ ആവുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ടെലഗ്രാം ഓണായിട്ട് കിടക്കണമെങ്കിൽ മസ്റ്റായിട്ട് തന്നെ ഓഫ് ചെയ്ത് കൊടുത്തോളൂ. ഇതിലേക്ക് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുത്തോളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.